മുതലക്കുഞ്ഞിന് മോദി എന്ന് പേരിട്ട ഷാർജ സഫാരി പാർക്ക്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് മുതലക്കുഞ്ഞിന് അനുയോജ്യമായ പേരുകൾ ക്ഷണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഷാർജ സഫാരി ഒരു പോസ്റ്റ് ഇട്ടത്. മലയാളികളടക്കം നിരവധി ആളുകളാണ് അതിന് താഴെ വ്യത്യസ്തമായ പേരുകളുമായി രംഗത്തെത്തിയത്. കൂട്ടത്തിൽ ഉണ്ണിക്കുട്ടനും അപ്പുക്കുട്ടനും മാർക്കോയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആഴ്ചകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ മുതലക്കുഞ്ഞിന്റെ പേര് ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഷാർജ സഫാരി. കരുത്ത് അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ അർത്ഥം വരുന്ന മോദി എന്ന പേരാണ് മുതലക്കുഞ്ഞിന് സ്വീകരിച്ചിരിക്കുന്നത്. മീറ്റ് മോദി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പോസ്റ്റാണ് ഈ കഴിഞ്ഞ ദിവസം ഷാർജ സഫാരി ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. അർത്ഥവത്തായ പേരും നിരവധി ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതിനെ തുടർന്നുമാണ് ഈ ഒരു പേര് സ്വീകരിച്ചിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ദുബായ് മെട്രോയുടെ റെഡ് ലൈനിൽ തിരക്ക് പിടിച്ച രാവിലെയും വൈകുന്നേരവും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വിവരം ദുബായ് RTA കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു. റെഡ് ലൈനിൽ സെൻട്രൽ പോയിന്റ് മുതൽ അൽഫർദാൻ എക്സ്ചേഞ്ച് വരെ പുതിയൊരു റൂട്ട് കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും പീക്ക് ടൈമായ രാവിലെ 7 മണി തൊട്ട് 9 മണി വരെയും വൈകുന്നേരം 4 തൊട്ട് 8 മണി വരെയുമാണ് സർവീസ് നടത്തുക. സെൻട്രൽ പോയിന്റിൽ നിന്ന് എക്സ്പോ 2020 വരെയും ലൈഫ് ഫാർമസി വരെയും നേരിട്ടുള്ള സർവീസുകൾ ഇതിനു മുൻപ് ആരംഭിച്ചത് വലിയ സ്വീകാര്യത നേടിയിരുന്നു. അതിന് പുറമെയാണ് തിരക്ക് പിടിച്ച സമയങ്ങളിൽ യാത്ര കൂടുതൽ സുഖകരമാക്കാനും തിരക്കില്ലാത്തതാക്കാനും വേണ്ടി പുതിയൊരു സർവീസ് സെൻട്രൽ പോയിന്റ് ടു അൽഫർദാൻ സ്റ്റേഷൻ എന്നൊരു സർവീസ് കൂടി RTA ആരംഭിച്ചിരിക്കുന്നത്. 22ാമത് അബുദാബി ഹണ്ടിംഗ് ആൻഡ് എക്വിസ്ട്രിയൻ എക്സിബിഷന് പ്രൗഢഗംഭീരമായ തുടക്കമായി. ആദ്യ ദിവസമായ ശനിയാഴ്ച ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ എക്സിബിഷൻ സന്ദർശിച്ചു. ഈ ഒരു പ്രദർശനം തങ്ങളുടെ പൂർവികരുടെ പൈതൃകം അടയാളപ്പെടുത്തുമെന്നും എമിറാത്തി യുവത്വത്തിന്റെ സർഗാത്മകതയെ ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 9 ദിവസങ്ങളിലായി നടക്കുന്ന അഡിഹെക്സിൽ ഇതിനോടകം തന്നെ നിരവധി ആളുകളാണ് സന്ദർശനത്തിനായി എത്തുന്നത്. ഇത്തവണ വിപുലമായാണ് നടത്തുന്നത്. 68 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. രാവിലെ 11 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം. വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം പരുന്തുകളെ ഷാർജയിൽ കണ്ടെത്തി. ഷാർജ പരിസ്ഥിതി മന്ത്രാലയം റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വാലിലും ചിറകിലുമൊക്കെ വെളുത്ത പുള്ളികളുള്ള വളഞ്ഞ ഷാർപ്പായ കൊക്കുകളോടുകൂടിയ അപൂർവ ഇനം ഇരപിടിയൻ പരുന്തുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോർഫക്കാൻ കണ്ടൽക്കാടുകളിലും വാസിത് തണ്ണീർത്തട സംരക്ഷണ മേഖലയിലും കണ്ടെത്തിയ ഈ അത്യപൂർവ ഇനം ഇരപിടിയൻ പരുന്തുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും ഷാർജ പരിസ്ഥിതി മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നു. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 സെപ്റ്റംബർ 2 ചൊവ്വാഴ്ച.